ഇതേപോലത്തെ മോൾഡും കുറച്ച് ക്ലേയും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ജ്വല്ലറി സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് പല സൈസസിൽ വരുന്ന ഡെയ്സി ഫ്ലവേഴ്സിന്റെ മോൾഡാണ്. ഏത് സൈസിലെ ഫ്ലവർ ആണോ നമുക്ക് വേണ്ടത് ആ ഫ്ലവറിൽ ഇതുപോലെ ക്ലേ വെച്ച് കൊടുക്കാം. ഡെയ്സി ഫ്ലവേഴ്സിന്റെ സെന്റർ യെല്ലോയും ബാക്കി പെറ്റൽസ് വൈറ്റിലും ആണല്ലോ വരുന്നത്. അപ്പൊ ആദ്യം ഫ്ലവറിന്റെ സെന്റർ പോർഷനിൽ യെല്ലോ ക്ലേ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം വൈറ്റ് ക്ലേ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. കംപ്ലീറ്റ്ലി എയർ ഡ്രൈ ചെയ്തിട്ട് വേണം ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അല്ലേ പിന്നെ സോഫ്റ്റ് ക്ലേ ആയതുകൊണ്ടേ ഒട്ടിപ്പിടിക്കാനും ചളങ്ങി പോകാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. ഇത്തരം ഫ്ലവേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ കാര്യമായിട്ട് അങ്ങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം എന്റെ പ്ലാൻ ബ്രേസ്ലെറ്റും കൂടെ ഉണ്ടാക്കാനായിട്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ആ മൂഡ് അങ്ങ് പോയി. തൽക്കാലം ഇപ്പൊ ഒരു പെൻഡന്റ് ഉണ്ടാക്കി അത് ഈ ഒരു ചെയിനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ കുഞ്ഞു 2 കമ്മലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ജ്വല്ലറി മേക്കിംഗ് സപ്ലൈസ് ഒക്കെ വാങ്ങിയത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ. വാങ്ങിയിട്ട് ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ആദ്യമായിട്ടാണ് ഞാനൊരു കമ്മൽ ഉണ്ടാക്കുന്നത്. പെൻഡന്റും മാലയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സോഫ്റ്റ് ക്ലേ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ക്ലേ ആയതുകൊണ്ട് ഇത് നല്ല ലൈറ്റ് വെയിറ്റും ആണ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് മറക്കല്ല കേട്ടോ.